ഈ കെ കരുണാകരന്റെ ഫോട്ടോ അടക്കം ഉപയോഗിച്ചുകൊണ്ട് BJP പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. അതാണ് ഇപ്പോൾ പത്മജ BJPയിൽ പോയതുകൊണ്ട് കോൺഗ്രസിന് നഷ്ടവുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള ചില കളികൾ കളിക്കാൻ ഇന്ന് BJPക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ദുഃഖം. ഞാൻ പറഞ്ഞല്ലോ, ഒരു വ്യക്തി പോയതുകൊണ്ടൊന്നും പാർട്ടിക്ക് ഒരു കോട്ടം ഉണ്ടാവില്ല. പക്ഷേ കെ കരുണാകരൻ അദ്ദേഹം ഏത് പ്രസ്ഥാനത്തിനെയാണോ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ എതിർത്തത്, അവർക്ക് അദ്ദേഹത്തിൻ്റെ ചിത്രം വെച്ചൊരു കളി കളിക്കാനുള്ള അവസരമുണ്ടായി. പക്ഷേ നിലമ്പൂരിലെ കോൺഗ്രസ്സുകാർ ശക്തമായി പ്രതികരിച്ചു. അതിവിടെ നടപ്പില്ല എന്ന് പറഞ്ഞു. അത് എല്ലായിടത്തും അതേ സ്റ്റാൻഡ് തന്നെയായിരിക്കും. കാരണം കെ കരുണാകരനെ സംഘികൾക്ക് വിട്ടുകൊടുക്കാൻ ഞങ്ങളാരും ഞങ്ങളുടെയൊക്കെ ശരീരത്തിൽ ജീവനെടുത്തോളം കാലം സമ്മതിക്കില്ല. ഈ പത്മജ കോൺഗ്രസ് വിടുന്നു, കെ കരുണാകരന്റെ തട്ടകത്തിൽ താങ്കൾ മത്സരിക്കാൻ പോകുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു താങ്കളുടെ ഒരു തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിത്തിന് വേറൊരു രാഷ്ട്രീയ മാനം കൂടിയുണ്ട്. ഇല്ല, ഞങ്ങൾക്ക് പറയാനുള്ളത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഒരു ഗ്യാരണ്ടിയാണ് എൻ്റെ ഗ്യാരണ്ടി. അല്ലാതെ എനിക്ക് മറ്റ് ഗ്യാരണ്ടി ഒന്നും നൽകാൻ കഴിയില്ല. വടകരയിലും കേരളത്തിലൊക്കെ മതേതര ശക്തികളുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഭാവിയിൽ അത് തന്നെയായിരിക്കും എൻ്റെ പ്രവർത്തനം. പത്മജ BJPയിലേക്ക് പോയതാണോ ഈ സ്ഥാനാർത്ഥിത്വ മണ്ഡലം മാറ്റത്തിനുള്ള ഒരു കാരണം? അതല്ല, BJPയുടെ വെല്ലുവിളി ഏറ്റെടുക്കുക എന്നുള്ള ദൗത്യമാണ് പാർട്ടി എന്നെ ഏൽപ്പിച്ചത്. പക്ഷേ അതിനെ പ്രതാപനും നിലമെടുക്കാനായിരുന്നു. പക്ഷേ കെ മുരളീധരൻ ചെല്ലുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഇതുണ്ടാവുമല്ലോ. അതുകൊണ്ട് പ്രതാപൻ എന്നോട് 3 മാസം മുമ്പ് തന്നെ എന്നോട് ആവശ്യപ്പെട്ടാണ് തൃശ്ശൂരേക്ക് മാറണം, ഇലക്ഷൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിർവഹിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞ. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞു എനിക്ക് വടകരയുണ്ട്, വേറെ താല്പര്യങ്ങളില്ല. അല്ല, പത്മജയല്ല, പത്മജ മാത്രമല്ല